നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ നടികൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് പോലീസ്. നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി മ്യൂസിയം പോലീസ് കേസെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. യുവനടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. അത്രയേറെ കോളിളക്കമുണ്ടാക്കുന്ന ആരോപണങ്ങളാണ് യുവനടി ഉന്നയിച്ചിരുന്നത്. ആദ്യം തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ പിന്നാലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദവി തന്നെ രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 376, 506 വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത്. 2016 തലസ്ഥാനത്തെ ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത്. ആരോപണം ഉയർന്നതിനെ തുടർന്ന് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു. നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു നടിയുടെ ആരോപണം. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് എനിക്ക് 21 വയസ്സാണ്. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും നടി പറഞ്ഞു. 2019 തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു. 376 വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷ ലഭിക്കും. 506 അനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് 2 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയ ശിക്ഷയോ ലഭിക്കും. എന്നാൽ ഇതിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും അത് തെളിയിക്കുമെന്ന് ഉറപ്പിച്ച് നിയമവഴികൾ തേടാൻ ഒരുങ്ങുകയാണ് നടനും. ആരോപണങ്ങൾ വന്നതിന്റെ പിന്നാലെ തന്നെ നടനും പോലീസിൽ പരാതി നൽകി. DGPക്കാണ് നടൻ പരാതി നൽകിയത്. തനിക്കെതിരെ ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുന്നുവെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും DGPക്ക് നൽകിയ പരാതിയിൽ സിദ്ദിഖ് പറയുന്നു. അമ്മയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ താനും അന്തരിച്ച നടി KPS ലളിതയും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ നടി തനിക്കെതിരെ ആദ്യം പോസ്റ്റ് ഇട്ടത്. താൻ അഭിനയിച്ച ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് എത്തിയപ്പോൾ ഈ നടിയോട് മോശമായി സംസാരിച്ചു എന്നായിരുന്നു അത്. പിന്നീട് പലതവണ സോഷ്യൽ മീഡിയകൾ വഴിയും മാധ്യമങ്ങൾ വഴിയും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത്. ചില സമയങ്ങളിൽ താൻ മോശമായി സംസാരിച്ചുവെന്നും പിന്നീട് ബലാത്സംഗം ചെയ്തു എന്നും പറയുകയുണ്ടായെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. ഒരു ഘട്ടത്തിൽ പോക്സോ കേസ് വരുന്ന തരത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതെന്നാണ് നടി ആരോപിച്ചത്. ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഒരു പ്രത്യേക അജണ്ടയുണ്ടെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നു. അതുമാത്രമല്ല, നടിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള മറ്റുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഈ നടി സഹപാഠിയുടെ നഗ്ന ഫോട്ടോ എടുത്തുവെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്താക്കിയെന്നും ഒരു ഫാഷൻ ഷോ കോർഡിനേറ്റർ വഴി താൻ കേട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നുണ്ട്. ഏതായാലും ഉന്നത പോലീസ് സംഘത്തെയാണ് സർക്കാർ ഇത് അന്വേഷിക്കാൻ നിയമിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുൻപുള്ളതിനാൽ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ വെല്ലുവിളികളും ഏറെയാണ്. ഏതായാലും സത്യങ്ങളെല്ലാം മറനീക്കി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.